കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, ഓഡിയോ ക്ലിയർ ആണ്, വീഡിയോ ക്ലിയർ ആണ്, സ്ലൈഡ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് ചെയ്തേക്കുക. രാവിലെ നമ്മൾ ഡിഗ്രി ലെവലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 071/2019 നടന്ന VEO പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യനും അതിന്റെ അനുബന്ധ ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിന്റെ ചാനൽ ലിങ്ക്, ദെൻ വാട്സാപ്പിന്റെ ചാനൽ ലിങ്ക്, ഇത് രണ്ടും ഞാൻ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ അൺഅക്കാഡമി പ്ലസിലും ക്ലാസ് എടുക്കുന്നുണ്ട്. പ്ലസിൽ ഇപ്പം ഓൾറെഡി നമുക്ക് 3 ക്ലാസ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സുകൾ ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്. ഒന്ന് ഇന്ത്യൻ ഭരണഘടന. ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. ഓക്കെ, ഞാനിപ്പോൾ പ്ലസിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്ലാസ്, ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മൾ ആദ്യം മുതൽ ഒരു ശകലം പോലും മിസ് ചെയ്യാതെ നമ്മൾ എന്ത് ഇന്ത്യൻ ഭരണഘടന മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു തീർക്കും. ഈ ക്ലാസ് എന്ന് പറയുന്നത് 7 മണിക്കാണ് ഉള്ളത്. ദെൻ പിന്നെ ഉള്ളത് ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതും 7 മണിയല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 10 മണിക്കാണ്. ദെൻ നമ്മുടെ ബേസിക് സയൻസ് എത്ര മണിക്ക് തന്നെയാണ്? 10 മണിക്ക് തന്നെയാണ്. പക്ഷെ ഒന്നിടട്ട ദിവസങ്ങളിലാണ്. ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ബേസിക് സയൻസിന്റെ ക്ലാസ് ആണ്. പിന്നെ മാത്സിന്റെ ഒരു ക്ലാസ്സും ഓൾറെഡി ഇപ്പോൾ ഉണ്ട്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അത് വൈകുന്നേരം 7 മണിക്കാണ്. അതും ഒന്നിടട്ട ദിവസങ്ങളിലാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ 3 ക്ലാസ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഉടനെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കോഴ്സും കൂടെ, ഒരു ക്ലാസ്സും കൂടെ ഞാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയൊക്കെ കണ്ടു കാണും. എക്സാംസ് ഒക്കെ ഈ പറയുന്ന കോവിഡ് പറയുന്ന ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സാംസ് ഒക്കെ തുടർച്ചയായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പം പ്ലസ്സിൽ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആണ്. നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാവും, ദെൻ ഓർഡർ ഉണ്ട്. നിങ്ങൾ ഇവിടെ നമ്മൾ ഫ്രീ സെഷൻ ആകുമ്പോൾ നമുക്ക് വീഡിയോസ് സ്കാറ്റേർഡ് ആണല്ലോ, അവിടെ നിന്ന് ഇവിടെ നമ്മൾ എടുത്തിട്ട് വരണം അല്ലേ. ഇതാകുമ്പോൾ എന്തായിരിക്കും, ഓർഡർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ കോഡായിട്ടുള്ള അനുലാൽ നന്ദനം യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ്സിലേക്ക് വരിക. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ്സ് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ഇതുപോലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ നടക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ സെഷൻ ആണ്. എല്ലാ ദിവസവും രാവിലെ 12 മണി മുതൽ 1 മണി വരെ ഡിഗ്രി ലെവലിൻ്റെയും ദെൻ 4:30 മുതൽ 5:30 വരെ നമുക്ക് LD ലെവലിന്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്കുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, അതിന്റെ കൂടെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യും, പറയും. അങ്ങനെയാണ് നമ്മുടെ രീതി. അതിനുശേഷം എല്ലാ മൺഡേസിലും നമുക്ക് എന്തുണ്ട്, ഇല്ല, അൺഅക്കാഡമിയിൽ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആണ്. എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആണ്. പ്ലസ്സിൽ മാത്രം ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്ലസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9496690749. കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഗ്രൂപ്പിൽ വാട്സാപ്പിലും ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാമിലും ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് വാട്സാപ്പിലും ചേരാം, ടെലിഗ്രാമിലും ചേരാം. രണ്ടിലും എന്ത് ചെയ്യുക, നിങ്ങൾ മെമ്പേഴ്സ് ആവുക. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് വെറുതെ സമയം കളയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, റെഡി? ഒന്ന് തംപ് ചെയ്തേ, എനിക്ക് അറ്റൻഡൻസ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് ചെയ്യുക. ഒരാൾ ഒരു പ്രാവശ്യം മാത്രം തംസ് അപ്പ് ചെയ്യുക. ഒരാൾ ഒരു പ്രാവശ്യം മാത്രം തംസ് അപ്പ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരാൾ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് എല്ലാവരും കൊടുക്കുക. ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് എന്നാണ് ചോദ്യം. തിരുവിതാംകൂറില് സർക്കാർ ജോലികളില് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ സി ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ ഡി യാചനായാത്ര. ഇതിലേതാണ് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന് പറഞ്ഞ് നടന്ന
പ്രക്ഷോഭം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടുന്ന സംഭവം ഏത് എന്നാണ് ചോദ്യം. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നത് വിഇഒയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ ചെയ്താട്ടെ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണല്ലേ. മലയാളി മെമ്മോറിയൽ ആണ് എന്ത്, തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, മലയാളി മെമ്മോറിയൽ എന്നാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? 1891 ജനുവരി 1 തീയതിയാണ് എന്ത്, മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഈ സംഭവം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് തിരുവിതാംകൂറിൽ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, അല്ലെങ്കിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിൽ ആർക്ക് പ്രാതിനിധ്യമില്ല? തിരുവിതാംകൂറുകാർക്കായിട്ടുള്ളവർക്ക് പ്രാതിനിധ്യമില്ല. അവരുടെ മിക്ക ജോലികളും കൈകാര്യം ചെയ്യുന്നത് ആരായിരുന്നു? തമിഴ് ബ്രാഹ്മിൺസ് ആയിരുന്നു കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിലുകാർക്ക് എന്ത് വേണം? തിരുവിതാംകൂറിൽ പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, 10,000-ലധികം ആൾക്കാർ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീമൻ മെമ്മോറാണ്ടം അല്ലെന്നുണ്ടെങ്കിൽ ഹർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് മലയാളി മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് 1891 ജനുവരി 1 എന്ത് ചെയ്യുന്നത്? മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആർക്കാണ് മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം. ആർക്കാണ് കൊടുത്തത്? ശ്രീമൂലം തിരുനാളിനാണ്. ഓക്കെ, ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഇതിനു വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? GP പിള്ളയും KP ശങ്കരമേനോനുമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ആൾക്കാരെന്ന് പറയുന്നത്. ഇവർ സംഘടിപ്പിച്ചിട്ട് ഒരു ഇത്രയും പേരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു നിവേദനം അല്ലെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം എന്ത് ചെയ്തു? ശ്രീമൂലം തിരുനാളിന് കൊടുത്തു. ഇങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ, എന്ത് ചെയ്യണം, തിരുവിതാംകൂറിൽ ആർക്കും പ്രാതിനിധ്യം ഇല്ല എന്നൊക്കെ ഈ ഒരു മെമ്മോറിയലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫീമൻ ഹർജിയിലൂടെ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ GP പിള്ള ഒരു ഇംഗ്ലീഷ് പേപ്പറിന്റെ എഡിറ്റോറിയലിൽ തിരുവിതാംകൂറുകാർക്ക് എന്നൊരു എഡിറ്റോറിയൽ ടൈറ്റിൽ എന്ത് ചെയ്യുന്നത്? ഒരു ലേഖനമൊക്കെ എഴുതുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന മലയാളി മെമ്മോറിയലിന്റെ സ്ലോഗനായിട്ട് എന്ത് മാറുന്നത്? തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള കാര്യമായിട്ട് മാറണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് മലയാളി മെമ്മോറിയൽ എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1891 ജനുവരി 1 ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച 2 വ്യക്തിത്വങ്ങളാണ് ആര്? GP പിള്ള, KP ശങ്കരമേനോൻ. ഈ പറയുന്ന ശ്രീമൂലം അല്ലെങ്കിൽ ഈ പറയുന്ന നിവേദനം സമർപ്പിച്ചത് ആർക്കെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ് ഈ ഒരു നിവേദനം എന്ത് ചെയ്തത്? സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ പറയുന്ന തിരുവിതാംകൂറുകാര് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നിവേദനം കൊടുക്കുമ്പോൾ തമിഴ് ബ്രാഹ്മിൺസ് ആയിരുന്നല്ലോ അവിടെ കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരെന്ത് ചെയ്യും? ഇതിന് പകരമായിട്ടൊരു മെമ്മോറിയൽ കൊടുക്കും 1891. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എതിർ മെമ്മോറിയൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, 1891 തന്നെയാണ് എതിർ മെമ്മോറിയലും ഉള്ളത്. എതിർ മെമ്മോറിയലിന്റെ നേതാവ് ആരായിരുന്നു? E രാമയ്യ എന്ന് പറയുന്ന ആളാണ്. E രാമയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് എതിർ മെമ്മോറിയലിന്റെ ആൾ. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എതിർ മെമ്മോറിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർക്കാൻ പറ്റും. എന്നാണ് 1891 തന്നെയാണ് എതിർ മെമ്മോറിയൽ. ഇതിന്റെ ലീഡർ ആരാണ്? E രാമയ്യ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഒരു ഈഴവ മെമ്മോറിയൽ ഇവിടെ കിടപ്പുണ്ടല്ലേ. ഈഴവ മെമ്മോറിയൽ എന്നാണ്? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1896 സെപ്റ്റംബർ 3 എന്ത് സബ്മിറ്റ് ചെയ്യുന്നത്? ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിന്റെ പിന്നിൽ കുറെ കഥകളുണ്ട്. ഡോക്ടർ പൽപ്പു ഒക്കെ മലയാളി മെമ്മോറിയലിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ നമ്മളൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കുമ്പോഴത്തേന്ന് പറഞ്ഞാൽ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഈഴവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, നായന്മാർക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കിട്ടിയതിന് മലയാളി മെമ്മോറിയലിന്. ഓക്കെ, അപ്പം ഈഴവർക്ക് കുറച്ചും കൂടെ ഒരു പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പൽപ്പു എന്ത് ചെയ്യുന്നത്? ഈ മലയാളി മെമ്മോറിയലിന്റെ സെയിം രീതിയിൽ എന്ത് ചെയ്യുന്നു? മറ്റൊരു മെമ്മോറാണ്ടം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഫീമൻ ഹർജി എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. ആ ഹർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്ത ആളാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, ഈഴവ മെമ്മോറിയലിന് കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. ഇതും സബ്മിറ്റ് ചെയ്യുന്ന ആർക്ക് തന്നെയാണ്? ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. ഓക്കെ, ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്
എന്ത് സബ്മിറ്റ് ചെയ്യുന്നത്, ഈഴോ മെമ്മോറിയലും സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈഴോ മെമ്മോറിയൽ എന്ത് ചെയ്യുന്നില്ല, സക്സസ്ഫുൾ ആവുന്നില്ല. കാര്യം എന്ന് പറയുന്നത് ഈഴോ മെമ്മോറിയൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഈഴോ മെമ്മോറിയൽ 1900 എന്ത് ചെയ്യുന്നു, പിന്നെയും രണ്ടാമത് സബ്മിറ്റ് ചെയ്യുന്നു. ആർക്ക്? ലോർഡ് കർസൺ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ലോർഡ് കർസൺ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രണ്ടാം ഈഴോ മെമ്മോറിയൽ എന്ന് നമ്മൾ പറയുന്നത്. ലോർഡ് കഴ്സൺ ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്, രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്താണ്, 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് ആരാണ്, ഈഴവ മെമ്മോറിയൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാരാണ്, ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ പ്രിപ്പയർ ചെയ്തത്. ആക്ച്വലി ഇതെന്താണ്, ഒരു ഈഴവാസിന്റെ സിവിക് റൈറ്റ്സിനും അവരുടെ ഗവൺമെന്റ് ജോലിക്കും വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറാണ്ടമാണ് എന്തെന്ന് പറയുന്നത് ഈഴവ. കുറച്ചുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈഴവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഈഴവർക്ക് പ്രാതിനിധ്യം കിട്ടുന്ന ഒരു മെമ്മോറിയലാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് സബ്മിറ്റ് ചെയ്ത ആർക്കാണ്, ശ്രീമൂലം തിരുനാളിനാണ് ഇത് സബ്മിറ്റ് ചെയ്തത്. ഇത് രണ്ടാമതും സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ആര്, ലോർഡ് കഴ്സൺ ആണ് സബ്മിറ്റ് ചെയ്തത്. നെക്സ്റ്റ് അടുത്ത എന്താണ് ഇവിടെ ഉള്ളത്, നിവർത്തന പ്രക്ഷോഭം. എന്താണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഡേറ്റ് എന്താണ്, 1932. അത് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, 1932 നിവർത്തന പ്രക്ഷോഭം. 1891 മലയാളി മെമ്മോറിയൽ. 1896 ഈഴവ മെമ്മോറിയൽ. നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് കുറച്ച് റിഫോംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജാവായിട്ടുള്ള ശ്രീ ചിത്ര തിരുനാള്. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ആ മാറ്റങ്ങളിൽ അവിടുത്തെ ആൾക്കാർക്ക് പ്രാതിനിധ്യം ഇല്ലായിരുന്നു. ആ പറയുന്ന ആൾക്കാർക്ക് പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ കുറച്ച് റിഫോംസ് വേണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത്, നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ നിവർത്തന പ്രക്ഷോഭമാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന് ഫൗണ്ടേഷൻ ആയത്. അപ്പോൾ ഓർക്കുക, നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് 1932 നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭമാണ് എന്ത് രൂപീകരിക്കുന്നതിലേക്ക് വഴിതെളിക്കുന്നത്, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്ത് പ്രക്ഷോഭത്തിന്, അല്ലെങ്കിൽ ഏത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഏത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ നിവർത്തന അജിറ്റേഷൻ. ഇതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നും പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു സ്പീച്ചാണ് കോഴഞ്ചേരി സ്പീച്ച് എന്ന് പറയും. സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ആളെന്ന് പറയുന്നത്. ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗവും എന്തുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു, നിവർത്തന പ്രക്ഷോഭവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ദെൻ നമ്മൾ യാചനായാത്ര. യാചനായാത്ര എന്താണ്, 1931 യാചനായാത്ര. യാചനായാത്ര എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആര്, വി ടി ഭട്ടത്തിരിപ്പാട് നടത്തിയാരാണ്, വി ടി ഭട്ടത്തിരിപ്പാട് നടത്തിയ ഒരു യാത്രയാണ് എന്തെന്ന് പറയുന്നത്, യാചനായാത്ര. ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് നമുക്ക് എന്ത്, ടി സി എന്നൊരു വാക്ക് നമുക്ക് ഓർക്കാൻ പറ്റും, അല്ലെ. സ്കൂളിൽ നിന്ന് നമ്മൾ വേറൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ടി സി വേണം. ആ ടി സി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാചനായാത്ര എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നമുക്കൊന്ന് ഓർക്കാനായിട്ട് പറ്റും. ഇവിടുന്ന് ടി എന്താ, തൃശ്ശൂര്. സി എന്താണ്, ചന്ദ്രഗിരി. ഓക്കെ, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി വരെയായിരുന്നു എന്തെന്ന് പറയുന്നത് യാചനായാത്രയുടെ ഒരു നമ്മുടെ ഈ ഒരു വി ടി ഭട്ടത്തിരിപ്പാട് യാചനായാത്ര നടത്തിയത് തൃശ്ശൂർ മുതൽ എവിടെ വരെയാണ്, ചന്ദ്രഗിരി പുഴ വരെയാണ് എന്ന് നമ്മളൊന്ന് ഓർക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ തിരുവിതാംകൂർക്ക് പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. അതെന്നാണ്, 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ എന്ന് ഓർക്കുക. ദെൻ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ട്രാവൻകൂർ PSC, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് അടിത്തറ പാകിയ ഒരു പ്രക്ഷോഭമാണ് എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. നിവർത്തന അജിറ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിവർത്തന പ്രക്ഷോഭം 1932. ഈഴവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈഴവരുടെ സിവിക് റൈറ്റ്സിനും ഈഴവരുടെ പ്രാതിനിധ്യത്തിനും വേണ്ടിയിട്ട് ഉണ്ടായിരുന്നതാണ് ഈഴവ മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3 ഓർക്കുക. യാചനായാത്ര എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ വേണ്ടി, പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വി ടി ഭട്ടത്തിരിപ്പാട് കണ്ടക്ട് ചെയ്യുന്ന ഒരു യാത്രയാണ് യാചനായാത്ര എന്ന് പറയുന്നത്. അത് 1931 കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വാഗ്ബടാനന്ദൻ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പൻ, ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ഇതിൽ ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്താട്ടെ. സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. സമത്വ സമാജം.
സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1836 വൈകുണ്ഠസ്വാമികൾ എന്ത് സ്ഥാപിച്ചത്? സമത്വ സമാജം സ്ഥാപിച്ചത്. ഓക്കെ, വൈകുണ്ഠസ്വാമിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ആദ്യത്തെ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. ദെൻ അതിനുശേഷം കുറച്ച് ആൾക്കാരുടെ എതിർപ്പൊക്കെ മൂലം എന്താക്കി മാറ്റി? മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. ഓക്കെ, മുത്തുക്കുട്ടി എന്നും മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന വൈകുണ്ഠസ്വാമികളെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ വൈകുണ്ഠസ്വാമികൾ കുറെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത ആ പറയുന്ന അമ്പലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നിഴൽ താങ്ങൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, നിഴൽ താങ്ങൽ എന്ന് പറയുന്നത് നമ്മുടെ വൈകുണ്ഠസ്വാമി എന്ത് നിർമ്മിച്ച അമ്പലങ്ങൾക്ക് പറയുന്ന പേരാണ് നിഴൽ താങ്ങൽ. അതുകൂട്ട് എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കിണർ കൺസ്ട്രക്ട് ചെയ്തു. അതിന്റെ പേരാണ് എന്ത്? മണിക്കിണർ എന്ന് പറയുന്നുണ്ട്. മണിക്കിണറുമാരുടെ തന്നെ കോൺട്രിബ്യൂഷൻ ആണ്, വൈകുണ്ഠസ്വാമികളുടെ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെന്താണ്? സമപന്തി ഭോജനം. മണിക്കിണർ അല്ലെന്നുണ്ടെങ്കിൽ മുന്തിരിക്കിണർ എന്നും അറിയപ്പെടുന്നുണ്ട്. മണിക്കിണറിന്റെ വേറൊരു പേരാണ് എന്ത്? മുന്തിരിക്കിണർ എന്ന് പറയുന്നതും. അതും ആരുടെ തന്നെയാണ്? വൈകുണ്ഠസ്വാമികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, എല്ലാവർക്കും വെള്ളം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ. ഓക്കെ, ദെൻ സമരത്തിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ച വ്യക്തിയായിട്ട് നമ്മൾ കാണുന്ന ആരെ തന്നെയാണ്? ഈ പറയുന്ന വൈകുണ്ഠസ്വാമികളെ തന്നെയാണ്. പിന്നെന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭവം അയ്യാവഴി എന്ന് പറഞ്ഞ റിലീജിയൻ അല്ലെ, അയ്യാവഴി എന്ന റിലീജിയനും ആരുടെ തന്നെയാണ്? അല്ലെങ്കിൽ പാത്ത് ഓഫ് ഫാദർ എന്ന് പറയുന്നതും ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെന്തുകൊണ്ട്? വേറെ പന്തി കൂട്ടായ്മ, അയ്യാ വൈകുണ്ഠർ, ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അഖിലത്തിരട്ട് അരുൾനൂൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന ബുക്കാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എഴുതിയ ഒരു ബുക്കാണ് അഖിലത്തിരട്ട് അരുൾനൂൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കല്ല, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവിടെ നിന്നാണ്. അഖിലത്തിരട്ട് അരുൾനൂൽ എന്ന ബുക്കിൽ നിന്നാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതാണ് എക്സാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, വൈകുണ്ഠസ്വാമികൾ ആണ് എന്ത് സ്ഥാപിച്ചത്? സമത്വ സമാജം സ്ഥാപിച്ചത്. 1836 വൈകുണ്ഠസ്വാമി സമത്വ സമാജം സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? ശുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത്? സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? മുത്തുക്കുട്ടി എന്നും മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? വൈകുണ്ഠസ്വാമികളെയാണ്. ഇദ്ദേഹമാണ് നിഴൽ താങ്കൽ എന്ന അമ്പലം സൃഷ്ടിച്ചു. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് മിറർ കോൺസെക്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. മണിക്കിണർ അല്ലെങ്കിൽ മുന്തിരിക്കിണറൊക്കെ ഇദ്ദേഹത്തിന്റെയാണ്. ദെൻ അയ്യാവഴി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ റിലീജിയൻ ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുക. ദെൻ ചട്ടമ്പി സ്വാമികൾക്ക് വല്ല ഉണ്ടോ? ഇല്ല. ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഓർഗനൈസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ സമത്വ സമാജം കൂട്ടൊന്നുമില്ല. പക്ഷെ വാഗ്ബടാനന്ദൻ ഉണ്ടല്ലേ, വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ഓർഗനൈസേഷന്റെ പേരെന്താണ്? ആത്മവിദ്യാ സംഘം. ഓക്കെ, ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ആരുടെയാണ്? ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്ന ആത്മവിദ്യാ സംഘം. ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രീതി ഭോജനം കണ്ടക്ട് ചെയ്ത ആളും ആരാണ്? പ്രീതി ഭോജനം കണ്ടക്ട് ചെയ്ത ആളും ആരാണ്? ഈ പറയുന്ന വാഗ്ബടാനന്ദനാണ്. ഓക്കെ, അപ്പൊ സമപന്തി ഭോജനം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കാം. സമപന്തി ഭോജനം ആരുടെയാണ്? സമപന്തി ഭോജനം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ്. പ്രീതി ഭോജനം ആരുടെയാണ്? വാഗ്ബടാനന്ദന്റെയാണ് പ്രീതി ഭോജനം എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമുക്ക് എന്തോർക്കാം? പണ്ഡിറ്റ് കറുപ്പന്റെ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? അരയ സമാജം അല്ലെ, അരയ സമാജം എന്ന് പറയുന്നത് ആരുടെയാണ്? അരയ സമാജം എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ദെൻ കായൽ സമ്മേളനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കായൽ സമ്മേളനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിവിടെ വൈകുണ്ഠസ്വാമിക്കാണ് നമ്മൾ സ്ട്രെസ് കൊടുത്തത്. വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം തുടങ്ങിയത്. വാഗ്ബടാനന്ദന്റെ എന്താണ് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദന്റെയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? അരയ സമാജം അദ്ദേഹം സ്ഥാപിച്ചു. ദെൻ കായൽ സമ്മേളനം, പിന്നെ വാല സമുദായ പരിഷ്കരണ സഭ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന നവോത്ഥാന നായകന്മാരെന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചർച്ച ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ഓക്കെ, 2019 ഇപ്പൊ റീസെന്റ് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഇൻസിഡന്റില് എന്ത് പറഞ്ഞു? പ്രകടിപ്പിച്ചു. അത് ഏത് ആണെന്നാണ് ചോദ്യം. വാഗൺ ട്രാജഡി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും തൂക്കിലേറ്റത്. ഇതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് ഇതിൽ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്ത്. ഇപ്പൊ റീസെന്റ് നടന്ന സംഭവമാണ്. ബ്രിട്ടൻ ഇപ്പൊ എന്ത് ചെയ്തു? ഇന്ത്യയോട് ഖേദം പ്രകടിപ്പിച്ചു ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് ഏതാണ് ആ സംഭവം എന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ് ആ സംഭവം എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏതാണ് സംഭവം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നായിരുന്നു? 13 ഏപ്രിൽ 1919. 13 ഏപ്രിൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ആക്ച്വലി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 1919 എന്ത് വന്നു? റൗലറ്റ് ആക്ട് വന്നു അല്ലെ? റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെയും ഒരു എന്താ പറയുക, ഒരു വാറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കരി നിയമമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ റൗലറ്റ് ആക്ടിനെതിരെ കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സമരം ചെയ്യുന്നുണ്ട്. പഞ്ചാബില് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ സമരം ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വൈശാഖി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു ഗാർഡൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നു? അവരെല്ലാം കൂടെ ഒത്തുകൂടുവാണ്. അപ്പോൾ ജനറൽ ഡയർ എന്ത് ചെയ്യുന്നു? വെറുതെ ഒരു പ്രകോപനവും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? അവരെ എന്ത് ചെയ്യുന്നു? ഷൂട്ട് ചെയ്യുന്നു. ഈ ഒരു ഇൻസിഡന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഇത് നടന്ന എന്നാണ്? 13 ഏപ്രിൽ 1919 എന്ത് നടന്നിരിക്കുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിരിക്കുന്നത്. ഈ റൗലറ്റ് സത്യാഗ്രഹയാണ് മഹാത്മാഗാന്ധിജി ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിളിച്ച ഏതിനെയാണ്? ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻസിഡന്റ് നടന്നു കഴിയുമ്പോഴത്തേന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? റൗലറ്റ് സത്യാഗ്രഹം സ്റ്റോപ്പ് ചെയ്യുന്നു. and പറയുന്നത് എന്റെ ആ ഒരു സത്യാഗ്രഹം എന്നുള്ള തീരുമാനം ശരിയായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. റൗലറ്റ് സത്യാഗ്രഹ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് റൗലറ്റ് സത്യാഗ്രഹം. അദ്ദേഹത്തിന്റെ ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നു റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. റൗലറ്റ് സത്യാഗ്രഹ റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഓക്കെ, അന്നുണ്ടായിരുന്ന ഡയറിനെ ആര് പോയി കൊല്ലുന്നുണ്ട്? ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ ഒരാള് 1940 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ലണ്ടനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ധം സിംഗ് ഡയറെ എന്ത് ചെയ്യുന്നുണ്ട്? തട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ദെൻ അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ്? 13 ഏപ്രിൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വാഗൺ ട്രാജഡി എന്നാണ്? 10 നവംബർ 1921 വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് അല്ലേ? വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ? മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിലെ കലാപകാരികളെ എന്ത് ചെയ്യുന്നു? ഒരു വാഗണിൽ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കുറെ ആൾക്കാർ സഫോക്കേറ്റ് ചെയ്ത് മരിക്കുന്നു. ആ ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാഗൺ ട്രാജഡി എന്ന് നമ്മൾ പറയുന്നത്. വാഗൺ ട്രാജഡി നമ്മൾ എന്തെന്നാ വിളിച്ചിട്ടുള്ളത്? സുമിത് സർക്കാർ എന്ന് പറഞ്ഞ ഒരാള് വാഗൺ ട്രാജഡി എന്ത് വിളിച്ചിട്ടുണ്ട്? സുമിത് സർക്കാർ. ഓർത്തിരിക്കണം, സുമിത് സർക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. വാഗൺ ട്രാജഡിയാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ ആണ്. ഓക്കെ, പോത്തന്നൂർ, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് നമ്മുടെ വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ച ആളാണ് സുമിത് സർക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദെൻ ചൗരി ചൗര ഇൻസിഡന്റ്. എന്താണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്? ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് പോകാനായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. പക്ഷേ എന്തായി പോയി? ലക്നൌവിലെ ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു? ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പങ്കെടുത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആക്രമിച്ചോടെ കുറെ പോലീസുകാരെ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതെന്നാണ് 1922 ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാഗൺ ട്രാജഡി എന്നാണ് 10 നവംബർ 1921 വാഗൺ ട്രാജഡി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് 13 ഏപ്രിൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ചൗരി ചൗര സംഭവം എന്നാണ് 1922 ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും തൂക്കിലേറ്റിയതെന്നാണ് 1931 ഏത് കേസ്? അതും കൂടെ ഓർത്തിരിക്കുക, ലാഹോർ കോൺസ്പിറസി കേസ്. ഓക്കെ, ലാഹോർ കോൺസ്പിറസി കേസിലാണ് എന്ത് തൂക്കിലേറ്റുന്നത്? 1931 30-ലല്ല. ഓക്കെ, ലാഹോർ കേസ്, ലാഹോർ കോൺസ്പിറസി കേസിലാണ് ഭഗത് സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ടുള്ള രാജ്ഗുരുവിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? തൂക്കിലേറ്റുന്നത് 1931 ലാഹോർ കോൺസ്പിറസി കേസുമായിട്ടാണ്. ലാഹോർ കോൺസ്പിറസി കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്ത് ചെയ്തു, അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അയാളെ എന്ത് ചെയ്യുന്നു? അസാസിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഭഗത് സിംഗ് മുങ്ങുന്നു. അതിനുശേഷം നമ്മുടെ പാർലമെന്റിൽ ബോംബ് എറിയുന്ന സമയത്താണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? പിന്നെയും പിടികൂടാനായിട്ട് പറ്റുന്നത്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ തൂക്കിലേറ്റാനായിട്ട് വിധിക്കുന്നത് എന്നാണ്. 1931 എന്ത് ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും തൂക്കിലേറ്റിയത്. അപ്പൊ അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വാഗൺ ട്രാജഡി എന്നാണ് 10 നവംബർ 1921 മലബാർ റബല്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നതാണ് 13 ഏപ്രിൽ 1919. ചൗരി ചൗര ഇൻസിഡന്റ് എന്നാണ് 1922. അതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കണം. ദെൻ ഭഗത് സിംഗിനെ സഹപ്രവർത്തകരെ തൂക്കിലേറ്റിയെന്നാണ് ചോദിച്ചാൽ എന്നാണ്? 1931. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ഫസൽ അലി, ഓപ്ഷൻ ബി കെ എം പണിക്കർ, ഓപ്ഷൻ സി എച്ച് എൻ കുൻസ്രു, ഓപ്ഷൻ ഡി പോറ്റി ശ്രീരാമുലു. ഇതിൽ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്തോട്ടെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് വിഇഒയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 071/2019. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ഫസൽ അലി. എന്നാണ് ഫോം ആവുന്നത്? പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ആൾക്കാരെ കുറിച്ച് ഓർക്കണം. ഒന്ന് 1948 SK ദാർ, ഇതാണ് ആദ്യത്തെ കമ്മീഷൻ. ദെൻ 1948 പിന്നെന്താണ്? 1948 JVP കമ്മിറ്റി. പിന്നെന്താണ്? 1953 ഫസൽ അലി. ഇത്രയും കമ്മീഷൻസ് എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻസ് ആണ്, അല്ലെ? പുനഃസംഘടനാ കമ്മീഷൻ ആണ്. അല്ലെങ്കിൽ സംസ്ഥാനം സോറി ഓക്കെ, SK ദാർ കമ്മിറ്റിയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് വേണ്ടി വരുന്നത്. ഇതിനെ അപ്പോയിന്റ് ചെയ്ത ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. JVP കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആരാണ്? INC ആണ്. ഫസൽ അലി അപ്പോയിന്റ് ചെയ്ത ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഈ പറയുന്ന ഫസൽ അലി കമ്മീഷനിലെ ആൾക്കാരായിരുന്നു ആരൊക്കെ എന്ന് പറയുന്നത്? HN കുൻസ്രു ഒരാളായിരുന്നു. ദെൻ KM പണിക്കർ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു. ദെൻ ചെയർമാൻ ആരെന്ന് പറയുന്നത്? ഫസൽ അലി. അങ്ങനെ 3 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് സംഭവിക്കുന്നത്? സ്റ്റേറ്റ്സ് റീഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്ന? പുനഃസംഘടിപ്പിക്കുന്നത്. എന്നാണ് ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നത്? എന്നാണ്? 1956 വരുന്നത്. ഇവിടെ നോക്കിക്കേ, പോറ്റി ശ്രീരാമുലു ഉണ്ടല്ലോ. ഈ പോറ്റി ശ്രീരാമുലു ആണ് ഫസൽ അലി കമ്മീഷനെ നിയമിക്കാനായിട്ട് പ്രഷറൈസ് ചെയ്യുന്ന ആളല്ലേ. കാര്യം ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നു. ആ നിരാഹാര സത്യാഗ്രഹത്തിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? തട്ടിപ്പോന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരുപാട് റയോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? സർക്കാർ എന്ത് തീരുമാനിക്കുന്നത്? ലാംഗ്വേജിന്റെ ബേസിസിൽ ഒരു സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എന്ത് രൂപീകരിക്കുന്നു? ഫസൽ അലി കമ്മീഷൻ രൂപീകരിക്കുന്നു. ഓർത്തിരിക്കേണ്ട എന്താണ്? 1953 ഫസൽ അലി കമ്മീഷൻ. 1955 എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് കൊടുക്കുന്നു. 1956 എന്ത് ചെയ്യുന്നു?
ഈ പറയുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച എന്നാണ്? 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, 1953 എക്സാക്ട്ലി പറയുവാണെങ്കിൽ എന്നാണ്? ഒക്ടോബർ 1 ആന്ധ്ര എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഈ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ഫസ്റ്റ് ക്യാപിറ്റൽ ആയിരുന്നു ഏതെന്ന് പറയുന്നത്? കുർണൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. കുർണൂൽ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രയുടെ ക്യാപിറ്റൽ ആണ് കുർണൂല്. 1953 ഒക്ടോബർ 1 എന്ത് ഫോം ആവുന്നത്? ആന്ധ്ര ഫോം ആവുന്നതെന്ന് ഓർക്കുക. അപ്പൊ ഫസൽ അലി കമ്മീഷൻ ആണ് 1953. അതിലെ മെമ്പേഴ്സ് ആണ് ആരൊക്കെ? ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ തുടങ്ങിയവരൊക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ്. ദെൻ പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഉള്ള ഭാഗം. ഓക്കെ, അതായത് എർത്തിന്റെ മാസിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ എ ഭൂവൽക്കം, ക്രസ്റ്റ്, ഓപ്ഷൻ ബി മാൻഡിൽ, ഓപ്ഷൻ സി കാമ്പ് അല്ലെങ്കിൽ കോറ്, ഓപ്ഷൻ ഡി ലിതോസ്ഫിയർ. ഇതിൽ ഏതാണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? മാൻഡിൽ ആണുള്ളതല്ലേ? മാൻഡിൽ. നോക്കിക്കേ, ഭൂമിയെ നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് നമുക്ക് ഇങ്ങ് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്ന ക്രസ്റ്റ്. ഓക്കെ, ക്രസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഭൂവൽക്കം. രണ്ടാമത് എന്താണ്? മാൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ മാൻഡിൽ എന്ന് തന്നെ മലയാളത്തിൽ പറയും. ദെൻ കാമ്പ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? കോർ. നമുക്ക് ഭൂമി എന്ന ഗോളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നായിട്ട് നമുക്ക് ജിയോമോർഫോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ക്രസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഭൂവൽക്കം, രണ്ട് മാൻഡിൽ, മൂന്ന് എന്താണ്? കോർ. ഓക്കെ, ക്രസ്റ്റ് ആണെന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് ഏത് രൂപത്തിലായിരിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. ഏത് രൂപത്തിലാണ്? സോളിഡ് അല്ലെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലാണ് എന്തിരിക്കുന്നത്? ക്രസ്റ്റ് ഇരിക്കുന്നത്. മാൻഡിൽ എന്ന് പറഞ്ഞാലോ ലിക്വിഡ് രൂപത്തിലാണ് എന്തിരിക്കുന്നത്? സെമി മോൾട്ടൺ ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സെമി മോൾട്ടൺ ലിക്വിഡ് ആയിട്ടാണ് എന്തിരിക്കുന്നത്? മാൻഡിൽ ഇരിക്കുന്നത്. ദെൻ കോർ ഇരിക്കുന്നതോ? സ്കോർ ഇരിക്കുന്നതും സോളിഡ് അല്ലെന്നുണ്ടെങ്കിൽ ഖര രൂപത്തിലാണ് എന്തിരിക്കുന്നത്? കോർ ഇരിക്കുന്നത്. അപ്പോൾ ഭൂമിയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ക്രസ്റ്റ് എന്നും മാൻഡിൽ എന്നും കോറും. ക്രസ്റ്റ് എന്താണ്? ഭൂവൽക്കം. മാൻഡില് കാമ്പ്. കാമ്പിനെ നമ്മൾ എന്ത് പറയും? കോർ എന്ന് നമ്മൾ പറയും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്രസ്റ്റ് എങ്ങനെയാണ്? സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാൻഡിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. കോർ എങ്ങനെയാണ് ഇരിക്കുന്നത്? സോളിഡ് ഫോമിലാണ്. ലിക്വിഡ് ഫോം എന്ന് പറയാൻ പറ്റില്ല, എന്താ സെമി മോൾട്ടൺ ഫോമിലാണ് എന്തിരിക്കുന്നത്? മാൻഡിൽ ഇരിക്കുന്നതെന്ന് ഓർക്കുക. ഇനി ഈ ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻഡിലിന്റെ കുറച്ച് ഭാഗമുണ്ട്. ഓക്കെ, മാൻഡിലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും. ഈ പറയുന്ന അപ്പർ മാൻഡിലും ക്രസ്റ്റിന്റെ ഭാഗവും കൂടെ കമ്പൈൻഡ് ആയിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലിതോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. റോക്കി പാർട്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ലിതോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെ? രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട് നമുക്ക്. പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും പറഞ്ഞ രണ്ട് വേവുകളുണ്ട്. ഈ വേവുകളുടെ പഠനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലായത് എന്ത്? എർത്തിന്റെ പിണ്ഡം അല്ലെങ്കിൽ എർത്തിന്റെ ആ ഒരു ഡിവിഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായത് നമുക്ക് ഈ പി വേവ്സും എസ് വേവ്സും നമ്മൾ കണ്ടുപിടിച്ചതോടുകൂടിയാണ്. ഓക്കെ, ഈ പി വേവ്സ് എസ് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി കുലുക്കം ഉണ്ടാവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേവുകളാണ് എന്തെന്ന് പറയുന്നത്? പി വേവ്സും എസ് വേവ്സും എന്ന് പറയുന്നത്. ഈ രണ്ട് വേവുകളും പിന്നെ അതുകൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പി സ്റ്റാർ, എസ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വേവുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഭൂമിയുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. പണ്ട് സ്കൂൾ ബുക്ക് പഠിച്ചേക്കുന്നത് എന്താ? കോർ എന്ന് പറയുന്നത് എന്താണ്? സെമി ലിക്വിഡ് ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് എന്ത് കണ്ടുപിടിച്ചേക്കുന്നത്? കോർ എന്ന് പറയുന്നത് സോളിഡ് ആണ് എന്ന് കണ്ടുപിടിച്ചേക്കുന്നത് റീസെന്റ് ആണ്. കാര്യം പി സ്റ്റാർ, എസ് സ്റ്റാർ വേവുകൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഭൂമി എന്ന് പറയുന്നത്, ഭൂമിയുടെ കോർ അല്ലെന്നുണ്ടെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ഷേപ്പിലാണ് എന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? മാൻഡിലാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം. ഇതിൽ ഏത് ജില്ലയാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയത് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക?
എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ദെൻ അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും ഞാൻ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് സോറി, ഞാൻ പോൾ കൊടുത്ത് മാറിപ്പോയിട്ടുണ്ട്. 1 sec, ഞാൻ ഒന്നുകൂടെ പോൾ തരാം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒന്നും കൂടെ പോൾ തരാം. ജൈവ വൈവിധ്യ രജിസ്റ്റർ വന്നത് എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആൻസർ ചെയ്താട്ടെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടുന്ന് ആൻസർ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ പോൾ വരണത്. ഓക്കെ, അപ്പൊ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഏത് ജില്ലയാണ് പുറത്തിറക്കിയെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എല്ലാ ദിവസവും നമുക്ക് 4:30 മുതൽ 5:30 വരെ നമ്മുടെ LD ക്ലർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും 12 മണി മുതൽ 1 മണി വരെ ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോവും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ഫോളോ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെമ്പർ ആവുക. നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഥാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? ഓക്കെ, GPS, INRS, GLONASS, QZSS, ഇതിലേതാണ് ഇന്ത്യ വികസിപ്പിച്ച സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെന്നുണ്ടെങ്കിൽ ഉപഗ്രഥാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഓക്കെ, ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച സാറ്റലൈറ്റ് സിസ്റ്റം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത, മുന്നത്തെ ക്വസ്റ്റ്യനിൽ വേറെ നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും ഇല്ല. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പ്രിപ്പയർ ചെയ്ത വയനാട് ആണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ജില്ലകളുടെ കാര്യം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ജില്ലകളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച എന്താണ്, അതിന്റെ പേരെന്താണ്? IRNSS എന്നാണ് അതിന്റെ പേരല്ലേ. IRNSSന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അത് ഓർത്തിരിക്കുക. IRNSSന്റെ ഇപ്പോഴത്തെ പേരാണ് നാവിക് എന്ന് പറയും. നാവിക്കിന്റെ ഫുൾ ഫോം എന്താ? നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് നാവിക്കിന്റെ പേര്, അല്ലെങ്കിൽ ഇർനാസിന്റെ പുതിയ പേര്. നാവിക്കിനകത്ത് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? 8 ഉപഗ്രഹങ്ങളുടെ ഒരു കോൺസ്റ്റലേഷൻ ആണെന്ന് പറയുന്നത് നാവിക് അല്ലെങ്കിൽ IRNSS എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഉപഗ്രഹം ഏതായിരുന്നു? IRNSS 1A ആണ്. അവസാനത്തെ ഉപഗ്രഹം ഏതായിരുന്നു? IRNSS 1I അല്ലെ. ഇത് ഓർത്തിരിക്കണം, കാര്യം ഇമ്പോർട്ടന്റ്. കാര്യം നമ്മൾ IRNSS 1H വിക്ഷേപിച്ചപ്പോൾ അതെന്തായി പോയി? ഫെയിൽ ആയിപ്പോയി. അങ്ങനെ ടോട്ടലി നമുക്ക് 9 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ഇർനാസ് അല്ലെന്നുണ്ടെങ്കിൽ നാവിക്കിന് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ്സിനെ നമുക്ക് ലോഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യമേ IRNSS 1A ആണ് ഒന്നാമത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അവസാന സാറ്റലൈറ്റ് ആണ്, ഇർനാസിലെ അവസാനത്തെ സാറ്റലൈറ്റ് ആണെന്ന് പറയുന്നത് IRNSS 1I എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത വെഹിക്കിൾ ഏതാണ്? PSLV C41. ISROയുടെ വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്ന സാധനമാണ് PSLV-ന്റെ ഫുൾ ഫോം എന്താ? പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് PSLV-യുടെ ഫുൾ ഫോം. PSLV C41 ആണ് IRNSS 1I-നെ എന്ത് ചെയ്തത്? അതിന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ എത്തിച്ചത് ഏതാണ്? IRNSS 1 ആണ്. അതിന്റെ ഓർബിറ്റിൽ എത്തിച്ചത് PSLV C41 ആണ്. അപ്പൊ നാവിക് എന്ന് പറയുന്നത് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് ആണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിന്റെ പഴയ പേരാണെന്നു എന്ത്? IRNSS. ഓക്കെ, ഇതിൽ 8 സാറ്റലൈറ്റ്സ് അടങ്ങുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ്. അതിൽ ആദ്യത്തെയാണ് IRNSS 1A എന്ന് പറയുന്നത്. IRNSS 1I എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ ലാസ്റ്റ് ആണ്. അത് ലോഞ്ച് ചെയ്ത വെഹിക്കിൾ ഓർക്കണം, PSLV C41 ആണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി GPS ഏതിന്റെയാണ്? GPS USA-യുടെ ആണ്. എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട്? 24 എണ്ണം ഉണ്ട് USA-ൽ. ഗ്ലോനാസ് ആരുടെയാണ്? റഷ്യയുടെയാണ് ഗ്ലോനാസ്. അതും എത്രയാണ്? 24 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൂടെ ഓർക്കുക. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? നാവിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിന്റെ പേര് ഇപ്പോഴാണ് നാവിക് എന്ന് ആക്കിയിട്ടുള്ളത്. തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു? IRNSS എന്നായിരുന്നു. ഓക്കെ, ഇന്ത്യൻ റീജിയൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നായിരുന്നു. അതിന്റെ പേര് ഇപ്പൊ എന്തായിട്ട് മാറിയിട്ടുണ്ട്? നാവിക്കായിട്ട് മാറിയിട്ടുണ്ട്. 2017 തോന്നുന്നു നാവിക്കായിട്ട് മാറിയത്.
ദെൻ ഇതിലെ ഫസ്റ്റ് സാറ്റലൈറ്റ് ഓർക്കുക IRNSS-1A. ദെൻ ഇതിലെ അവസാനത്തെ സീരീസ് ഏതാണ്? IRNSS-1I ആണ്. ഇതിലെ എല്ലാ സാറ്റലൈറ്റ്സിനെ ലോഞ്ചിങ് വെഹിക്കിളായിട്ട് ഉപയോഗിച്ചത് എന്താണ്? PSLV ആണ്. PSLV-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്ക് ഹോഴ്സ് എന്ന് വിളിക്കുക. ISROയുടെ വർക്ക് ഹോഴ്സ് എന്ന് വിളിക്കുന്നത് PSLV ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത്? ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലം അതായത് എന്താ? ഈസ്റ്റേൺ കോസ്റ്റിന്റെ വെസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. സുന്ദരവന പ്രദേശം, കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം, കൊങ്കൺ തീരസമതലം. ഇതിലേതാണ് എന്ത്? പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്, വെസ്റ്റേൺ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. വെസ്റ്റേൺ കോസ്റ്റ്. നമ്മുടെ ഈ PDF ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോസും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് കാണുക. ഓക്കെ, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത വീഡിയോസിന്റെ എല്ലാം ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏതാണ്? കൊങ്കൺ തീരമാണല്ലേ. ഏതാണ്? കൊങ്കൺ തീരം. കൊങ്കൺ തീരമാണ് എന്ത്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ, അപ്പൊ നമ്മുടെ തീരസമതലങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗുജറാത്തിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? വെസ്റ്റ് ബംഗാളിൽ അവസാനിക്കും. ഇത്രയാണ് നമ്മുടെ തീരസമതലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര വരെയുള്ള കോസ്റ്റ് നമ്മൾ എന്ത് പറയും? ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയും അല്ലെ. ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെ തൊട്ടാണ്? ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര വരെ. ദെൻ മഹാരാഷ്ട്ര ടു ഗോവ. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ എന്തുണ്ട്? നമുക്ക് താപ്തി നദി ഉണ്ടല്ലേ. താപ്തി നദി ഗുജറാത്തിലുണ്ട്. താപ്തി നദി NT റിവർ മൗത്ത്. ആ റിവർ മൗത്ത് തൊട്ട് നമ്മുടെ എവിടെ വരെ? ഗോവ വരെയുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഗുജറാത്ത് കോസ്റ്റ്, ഇവിടെ കൊങ്കൺ കോസ്റ്റ്. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്? കർണാടകയുടെ സ്ഥലത്ത് എന്തുണ്ട്? നമുക്ക് കാനറ കോസ്റ്റ് ഉണ്ട്. കാനറ കോസ്റ്റ്, കർണാടകയുടെ ഭാഗത്ത് കാനറ കോസ്റ്റ്. ഇവിടെ എന്താണ്? മലബാർ കോസ്റ്റ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ പേരെന്ന് പറയുന്നത്. ഏതൊക്കെ? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, ദെൻ കാനറ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഇത്രയും കോസ്റ്റുകളാണ് ഇവിടെയുള്ള, അല്ലെങ്കിൽ ഇത്രയും തീര സമതലങ്ങളാണ് നമ്മുടെ വെസ്റ്റേൺ പാർട്ടിൽ ഉള്ളത്. ദെൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഏതുണ്ട്? നമുക്ക് കോറമാണ്ടൽ കോസ്റ്റ് ഉണ്ടല്ലേ. തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കോസ്റ്റ് ആണ് ഇത് കോറമാണ്ടൽ കോസ്റ്റ് എന്ന് പറയും. പിന്നെ ഇവിടെ എന്തുണ്ട്? കർണാടക കോസ്റ്റ് ഉണ്ട്. പിന്നെന്തുണ്ട്? ഉത്കൽ കോസ്റ്റ്. ഉത്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറീസയുടെ ഭാഗമായിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വെസ്റ്റ് ബംഗാളിന്റെ കോസ്റ്റ്. ഇനി ഇവിടെ വേറൊരു കോസ്റ്റ് ഉണ്ട്. നമുക്കറിയാം ഗോദാവരി എന്ന നദിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ എന്ത് കേട്ടിട്ടുണ്ട്? കാവേരി എന്ന നദിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗോദാവരി, കാവേരി. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള കോസ്റ്റൽ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിർക്കാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കാം. ഗോദാവരിക്കും കാവേരിക്കും ഇടയ്ക്കുള്ള തീരസമതലത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിർക്കാസ് ആണ്. സിർക്കാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പറയുന്ന ഉത്കലിന്റെ കുറച്ച് ഭാഗവും കർണാടക കോസ്റ്റിന്റെ കുറച്ച് ഭാഗം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിർക്കാസ് തീരം എന്ന് പറയുന്നത്. സിർക്കാസ് തീരസമതലം എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. സിർക്കാസ് തീരസമതലം എന്ന് പറയുന്നത് എന്താണ്? കർണാടക കോസ്റ്റിന്റെയും ഉത്കൽ കോസ്റ്റ്. ഉത്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറീസയുടെ ഭാഗമായിട്ടുള്ള കോസ്റ്റ് ആണ് ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോമൺ പ്ലേസ് ആണ് സിർക്കാസ് തീരം എന്ന് പറയുന്നത്. എക്സാക്ട് ആയിട്ട് അതിന്റെ ജോഗ്രഫി പറയുവാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ഗോദാവരി നദിക്കും കാവേരി നദിക്കും ഇടയ്ക്കുള്ള ആ ഒരു തീരസമതലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിർക്കാസ് തീരം എന്നതാണ്. വടക്കൻ സിർക്കാസ് തീരസമതലം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. കോറമണ്ടൽ തീരസമതലം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. കോറമണ്ടൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തമിഴ്നാടിന്റെ ഭാഗമാണ്. പണ്ട് ചോളന്മാരുടെ പ്രോമിനന്റ് സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ കോറമണ്ഡല എന്നുള്ള പേര് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ സുന്ദരവന പ്രദേശം എന്ന് പറയുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമാണ് എന്ത്? സുന്ദരവന പ്രദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഏറ്റവും വലിയ കോൾ മൈനിങ് ഫീൽഡ് ഏത് എന്നാണ് ചോദ്യം. രാംപൂർ, ഝാരിയ, വർധ. ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്താട്ടെ. ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. രാംപൂർ ആണോ, റാണിഗഞ്ച് ആണോ, ജാരിയ ആണോ, വർധ ആണോ എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം? ഏതാണ്? ജാരിയയാണ്. എന്തെന്ന് പറയുന്നത്? ജാരിയയാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാരിയ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, ജാർഖണ്ഡിലാണ് ജാരിയ ഉള്ളത്. ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാരിയ എന്ന് പറയുന്നത്. ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണ്? ഏറ്റവും പഴയ കരിപ്പാടം ഏതാണ്? റാണിഗഞ്ച് ആണല്ലേ. ഏറ്റവും വലിയ കൽക്കരിപ്പാടം റാണിഗഞ്ച് ആണ്. റാണിഗഞ്ച് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലാണ് റാണിഗഞ്ച് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ റാണിഗഞ്ച് ആണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള കൽക്കരിപ്പാടം. അതെവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ജാരിയയാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അതെവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇനി വാർധയും എന്ത് തന്നെയാണ്? ഒരു കൽക്കരിപ്പാടമാണ്. എവിടത്തെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കേണ്ട എന്താണ്? ഇത് രണ്ടും പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. റാണിഗഞ്ചും ജാരിയയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. റാണിഗഞ്ച് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് കോൾ മൈനിങ് ഫീൽഡ് ആണ്. റാണിഗഞ്ച് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ജാരിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ്. അതെവിടെയാണ്? ജാർഖണ്ഡിലാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എലക്ട് ചെയ്യപ്പെട്ട ഹെഡുള്ള സിസ്റ്റത്തിന് എന്ത് പേരാണ് പറയുന്നത്? ജനാധിപത്യം, റിപ്പബ്ലിക്, ഓട്ടോക്രസി, ഫെഡറൽ സംവിധാനം പറയണത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയണ പേര്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് പറയുന്നത്? റിപ്പബ്ലിക്. നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് ആരാ? പ്രസിഡന്റ്. അദ്ദേഹം ഇലക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് ഇലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? റിപ്പബ്ലിക് വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഗവൺമെന്റ്, അല്ലെങ്കിൽ ജനങ്ങളാൽ തന്നെ എന്ത് ചെയ്യുന്നു? ഭരിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആൾക്കാരെ എലക്ട് ചെയ്ത് വിടുന്നു. ആ എലക്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡെമോക്രസിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡെമോക്രസി നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? സ്വിറ്റ്സർലാൻഡിലാണ് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടല്ലേ. അധികാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചിരിക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രതലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? റിപ്പബ്ലിക്. പഠിച്ചിരിക്കുക. ബ്രിട്ടൻ നോക്കുവാണെങ്കിൽ ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല. അവിടുത്തെ ഹെഡ് ആരാണ്? ക്യൂനാണ്. ക്യൂന് എന്ത് ചെയ്യുന്നതല്ല. അപ്പൊ അത് ഓർത്തിരിക്കുക, റിപ്പബ്ലിക് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? ലോ മേക്കിംഗ് പ്രോസസ്സിൽ വരുന്നത് ആരൊക്കെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി ലോക്സഭ രാജ്യസഭ, ഓപ്ഷൻ സി ലോക്സഭ രാജ്യസഭ കേന്ദ്രമന്ത്രിസഭ, ഓപ്ഷൻ ഡി ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി. ഇതിൽ ആരാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ആരൊക്കെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. ലോ മേക്കിംഗ് പ്രോസസ്സിൽ ആരൊക്കെയാണ് വരുന്നത്? ലോക്സഭ രാജ്യസഭ, രാജ്യസഭ രാഷ്ട്രപതി. ഇതിൽ ആരൊക്കെയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം.
ഓക്കെ, നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെ വരുന്നത്? ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, രാഷ്ട്രപതിയുണ്ട്. കാര്യം എന്താ? നമ്മളൊരു നിയമം നിർമ്മിക്കുമ്പോൾ അതെന്ത് ചെയ്യാം? ഏതെങ്കിലും സഭയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നെങ്കിൽ അതെന്ത് ചെയ്യണം? രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യണം? വിടണം. ലോക്സഭ പാസ്സാക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം? രാജ്യസഭ പാസ്സാക്കണം. അതിനുശേഷം രാഷ്ട്രപതിയും കൂടെ ഒപ്പിട്ടാൽ മാത്രമേ എന്താവത്തുള്ളൂ? ഒരു നിയമം പ്രാബല്യത്തിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെയുണ്ട്? നമ്മുടെ പാർലമെന്റും രാഷ്ട്രപതിയും. പാർലമെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഏത് സഭയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമം നമുക്ക് പ്രസന്റ് ചെയ്യാം, ബില്ല് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റും. പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴേ എന്താവത്തുള്ളത്? ആക്ട് ആയിട്ട് മാറത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? പ്രധാനമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള കുറഞ്ഞ പ്രായം എത്ര? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 35, ഓപ്ഷൻ ഡി 18. ഇതിൽ എത്രയാണ് കുറഞ്ഞ പ്രായം എന്നാണ് നമ്മുടെ ചോദ്യം. പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രൊഫൈല് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ദെൻ അതുകൂടാതെ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർ ആവുക. ഡെയിലി സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിലും വാട്സാപ്പിലും നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ രണ്ടിലും ജോയിൻ ആവുക. ഓക്കെ, പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. ഓക്കെ, 25 വയസ്സാണ്. കാര്യം ലോക്സഭയിൽ മെമ്പർ ആവണമെങ്കിൽ എത്ര വയസ്സ് മതി? 25 വയസ്സാണ് മിനിമം പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി ആവാൻ എത്ര മതി? 25 വയസ്സ് മതി. ഇനി ഒരാൾ രാജ്യസഭയിലൂടെയാണ് പ്രധാനമന്ത്രിയായിട്ട് വരുന്നതെന്നുണ്ടെങ്കിലോ എത്ര വയസ്സ് വേണം അയാൾക്ക്? 30 വയസ്സ് വേണം. കാര്യം രാജ്യസഭ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന വയസ്സെന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 30 വയസ്സ് ആയിരിക്കണം. കാര്യം 30 വയസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രാജ്യസഭയിലേക്ക് നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 25 വയസ്സ് മതി എവിടെ മത്സരിക്കാനായിട്ട്? MLA ആയിട്ട് മത്സരിക്കാൻ. ഇനി എത്ര നമ്മുടെ ഇതിലേക്ക് മത്സരിക്കാൻ എത്രയാണ്? നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള പ്രായം എത്രയാണ്? പഞ്ചായത്ത് മെമ്പർ ആവാൻ എത്രയാണ്? 21 വയസ്സാണ് എന്ത്? പഞ്ചായത്ത് മെമ്പർ ആവാൻ. നമുക്ക് വോട്ട് ചെയ്യാൻ എത്ര വയസ്സ് വേണം? 18 വയസ്സ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. വോട്ട് ചെയ്യാൻ 18 വയസ്സ്, പഞ്ചായത്ത് മെമ്പർ ആവാൻ 21, നമുക്കൊരു MLA ആവാൻ എത്ര വയസ്സ് വേണം? 25 വയസ്സ് വേണം. ലോക്സഭയിൽ MP ആവാനും 25, രാജ്യസഭയിൽ MP ആവണമെന്നുണ്ടെങ്കിൽ എത്ര വയസ്സ്? 30 വയസ്സ്. എന്നിങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരുന്നാൽ മതി. 18, 21, 25, 30. ഇത്രയാണ് 4 പ്രധാനപ്പെട്ട വയസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഭരണഘടനയുടെ 61ാം ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? 61st അമെന്റ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാങ്കുകളുടെ ദേശസാൽക്കരണം, GST, പഞ്ചായത്തി രാജ്, വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഇതിലേതാണ് 61ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് ചോദ്യം. 61ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് ബാങ്കുകളുടെ ദേശസാൽക്കരണമാണോ, GST ആണോ, പഞ്ചായത്ത് രാജ് ആണോ, വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കിയതാണോ? ആൻസർ ചെയ്താട്ടെ. 61ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 61ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അറുപത്തിയൊന്നാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, 61ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓക്കെ, 61ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 61ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വോട്ട് ചെയ്യാനുള്ള പ്രായം എത്ര ആക്കി മാറ്റി? 18 വയസ്സാക്കി മാറ്റി അല്ലേ? 61ാം ഭേദഗതി എന്നാണ് വരുന്നത്? 1988 എന്ത് വരുന്നത്? 61ാം ഭേദഗതി വരുന്നത്. ഈ 61ാം ഭേദഗതി പ്രകാരം 18 വയസ്സ് ആക്കിയതെന്നാണ്. 21 വയസ്സിൽ നിന്നും എത്ര ആക്കി മാറ്റി? 21 വയസ്സിൽ നിന്നും നമ്മുടെ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്ര ആക്കി മാറ്റി? 18 വയസ്സാക്കി മാറ്റി. നിലവിൽ വരുന്ന എന്നാണ്? 1989 ഈ ഒരു പ്രായം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ആരുടെ സമയത്താണ്? രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്താണ് എന്ത് വരുന്നത്? ഈ അമെന്റ്മെന്റ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്ന് പറയുന്നത്
1988 ഉള്ളത്. അതെന്താ നിഷ്കർഷിച്ചത്, എന്താണ് പറഞ്ഞത്? 21 വയസ്സിൽ നിന്ന് എത്ര ആക്കുക? 18 വയസ്സിലേക്ക് മാറ്റുക. ഈ ഒരു പ്രായം മാറിയതെന്നാണ് 1989 ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ചോദിച്ചാൽ ഏത് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്? രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഈ ഒരു അമെന്റ്മെന്റ് കൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ബോഡി സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു. ഓക്കെ, ഈ ഒരു പ്രായം കുറച്ചപ്പോൾ എന്ത് പറ്റി? ഒരുപാട് ആൾക്കാർ വോട്ടേഴ്സ് ആയിട്ട് വന്നു. അന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു മൾട്ടി മെമ്പർ ബോഡി ആയിട്ട് മാറുന്നത്. ഓക്കെ, മൾട്ടി മെമ്പർ ബോഡി. അത് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോഴത്തേന് എന്ത് ചെയ്യാം, ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. ഓക്കെ, ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്ന ഏത് വകുപ്പ് എന്നാണ് നമ്മുടെ ചോദ്യം. 16 മുതൽ 18, 19 മുതൽ 22, 23 മുതൽ 24, 25 മുതൽ 28. ഇതിലേതിലാണ് എന്ത് മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഫ്രീഡം ഓഫ് റിലീജിയൻ. ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്നത് ഏതിലാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയണ നമ്മുടെ ഭരണഘടനയിലെ വകുപ്പ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏതാണ്? 25 മുതൽ 28 വരെ. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് അല്ലെ. അതില് 14 മുതൽ 18 വരെയാണ് എന്ത്? റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ സമത്വത്തിനുള്ള അവകാശം എന്ന് പറയും അല്ലെ. 19 മുതൽ 22 വരെ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദെൻ 23 മുതൽ 24 വരെ എന്താണ്? 23 മുതൽ 24 വരെ നമ്മൾ എന്ത് പറയും? ചൂഷണത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് 23 മുതൽ 24 വരെ. ഇനി 25 മുതൽ 28 വരെ എന്താണ്? മതസ്വാതന്ത്ര്യമാണ് അല്ലെ. ദെൻ എന്താണ്? 29 മുതൽ 32 അവിടെ നമുക്ക് എന്തും കൂടെ ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സും ഉണ്ട്. പിന്നെന്താ? 32 എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് ഓർക്കുക, ഭരണഘടനാപരമായ അതിന്റെ മലയാളം എന്തായിരുന്നു? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾ 32. റിട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് 29 വരുന്നത്. ഓക്കെ, 32 റിട്ടുകൾ, ഭരണഘടന പ്രതിവിധികൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിന് ഉദാഹരണം ഏത്? ഇതിലേതാണ് കൺകറന്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പൗരത്വം, ഓപ്ഷൻ ബി ക്രമസമാധാനം, ഓപ്ഷൻ സി ആസൂത്രണം, ഓപ്ഷൻ ഡി ജലസംരക്ഷണം. ഇതിലേതാണ് കൺകറന്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്താട്ടെ. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കൺകറന്റ് ലിസ്റ്റിലുള്ളത് നമുക്ക് 3 ലിസ്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. കൺകറന്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കൺകറന്റ് ലിസ്റ്റിലുള്ളത് നമുക്ക് എത്ര ലിസ്റ്റുകളുണ്ട്? നമുക്ക് 3 ലിസ്റ്റുകളാണ് ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, നമുക്ക് 3 ലിസ്റ്റാ ഉള്ളതല്ലേ. ഏതൊക്കെയാ? കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, മുകളിൽ നമുക്ക് എന്ത് കൊടുക്കാം? യൂണിയൻ ലിസ്റ്റ്. ഭരണഘടന വന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 97 66 47 എന്ന ഫോൺ നമ്പർ ഓർത്താൽ മതി, നമുക്കതെല്ലാം കിട്ടും. യൂണിയൻ ലിസ്റ്റ് എത്രയാ? 97. കൺകറന്റ് ലിസ്റ്റ് എത്രയാ? 66. സ്റ്റേറ്റ് ലിസ്റ്റ് എത്രയാ? 47. ഇപ്പൊ എത്ര ഉണ്ട് യൂണിയൻ ലിസ്റ്റിൽ? 100 ഉണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ എത്ര ഉണ്ട്? 61 ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര ഉണ്ട്? 52 ഉണ്ട്. ഇത്രയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആസൂത്രണം എന്ന് പറയുന്നത്. പൗരത്വം ഏതാണ്? യൂണിയൻ ലിസ്റ്റ്. ക്രമസമാധാനം ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. ജലസംരക്ഷണം ഏത് തന്നെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് തന്നെയാണ് ജലസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റ്, ക്രമസമാധാനം സ്റ്റേറ്റ് ലിസ്റ്റ്, പൗരത്വം ഏതാണ്? യൂണിയൻ ലിസ്റ്റ്. ഈ ജലസംരക്ഷണം കൺകറന്റ് ലിസ്റ്റിലേക്ക് വരണം എന്നൊരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ എവിടെ തന്നെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ് ജലസംരക്ഷണം ഉള്ളത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം.
രാജ്യസഭയുടെ കാലാവധി എത്രയാണ് രാജ്യസഭയുടെ കാലാവധി എന്നാണ് ചോദ്യം. 5 വർഷം, 6 വർഷം, കേന്ദ്രമന്ത്രിസഭയുടെ കാലയളവ്, സ്ഥിരം സഭയാണ്. ആൻസർ ചെയ്താട്ടെ. ഏതാണ് രാജ്യസഭയുടെ കാലാവധി എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയുടെ കാലാവധി എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മുടെ ടൈം കഴിയാറായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത്. ഓക്കെ, എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എക്സ്പ്ലനേഷൻ കൂടുതൽ ദെൻ കുറഞ്ഞു വരുന്നു. കാരണം ടൈമിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സിൽ നമുക്ക് 1 hour ആണ് നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് വരാൻ പറ്റണം. ഓക്കെ, രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയുടെ കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭയ്ക്ക് എന്തില്ല? ഒരു കാലാവധി ഇല്ല. അവിടുത്തെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? റിട്ടയർ ആയി പോകുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും രാജ്യസഭയിൽ നിന്നും 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് സൺഡേ ഉള്ള MCQ സെഷൻ ഉണ്ടല്ലോ, സൺഡേ ഞായറാഴ്ചയുള്ള MCQ സെഷനിൽ എന്ത് ചെയ്യാം? നമുക്കൊരു 75 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ അങ്ങോട്ട് ഇരുന്നോളും. ഓക്കെ, കാര്യം ഇത് നമ്മളിപ്പോൾ ഇന്നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് എന്താണ്? പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, വിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 1 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി എന്ത് ചെയ്യും? നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എന്ത് ചെയ്യും? തീർക്കും. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പോൾ LD സെഷൻ നമുക്ക് നടക്കുന്നതെന്ന് പറയുന്നത് 4:30 മുതൽ 5:30 വരെയാണ് LD ക്ലർക്കിന്റെ സെഷൻ നടക്കുന്നത്. ദെൻ ഡിഗ്രി ലെവലിന്റെ സെഷൻ നടക്കുന്നത് 12 മണി തൊട്ട് 1 മണി വരെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഒരു ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. മെമ്പേഴ്സ് അല്ലാത്തവർ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ അയർലൻഡിന്റെ ഭരണഘടനയെ മാതൃകയാക്കി തയ്യാറാക്കിയതാണ്. ഓപ്ഷൻ ബി, മൗലികാവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ഓപ്ഷൻ സി, മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. ഓപ്ഷൻ ഡി, ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ് ഈ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉണ്ട്, വൈകിട്ട് +1 ക്ലാസ് ഉണ്ട്. മാത്സ് ക്ലാസ് ഇപ്പോൾ +ൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ മാത്സ് ക്ലാസ് ഇതുവരെ ഫ്രീ സെഷൻ ആയിട്ട് വന്നിട്ടില്ല. നമ്മളത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഓക്കെ, PQ സെഷനായിട്ട് തന്നെ മാത്സും ഇംഗ്ലീഷും ഉൾപ്പെടുത്താൻ ഒരു പ്ലാനിങ് ഉണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, ഏതാണ് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മൗലികാവകാശങ്ങൾ എവിടെ നിന്ന് എടുത്തു എന്നാ പറഞ്ഞേക്കുന്നത്? അയർലൻഡിന്റെ ഭരണഘടനയെ മാതൃകയാക്കി എന്നാ പറഞ്ഞേക്കുന്നത്. അയർലൻഡ് അല്ല. എവിടെ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത് മൗലികാവകാശങ്ങൾ? USA നിന്നുമാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? നമ്മൾ ഭരണഘടന അല്ല, മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, മൗലികാവകാശങ്ങൾ 6 എണ്ണേ ഉള്ളൂ. സുപ്രീം കോടതി നമുക്ക് സമീപിക്കാം. ഏത് ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 226 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഹൈക്കോർട്ടിനെ എന്ത് ചെയ്യാം? സമീപിക്കാം. 3-ാം ഭാഗത്ത് തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണ്. മറ്റേത് മാത്രം എന്താണ്? തെറ്റാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യ വിള ഏത്? ഗ്രീൻ റവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ ക്രോപ്പ് ഏത് എന്നാണ് ചോദ്യം. തേയില, കരിമ്പ്, ചണം, പരുത്തി. ഏതാണെന്ന് ആൻസർ ചെയ്യാം. ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് എന്നാണ് ചോദ്യം. ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് മെച്ചമുണ്ടാക്കിയ ധാന്യവിള ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് എന്നാണ് ചോദ്യം. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏതാണ്? കരിമ്പാണ് അല്ലേ?
ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആരാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്? നോർമൻ ബോർലോ അല്ലെ? നോർമൻ ബോർലോ ആണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആരാ? MS സ്വാമിനാഥനെയാണ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5-6 കറണ്ട് അഫയേഴ്സോട് നമ്മൾ ഡിസ്കസ് ചെയ്യും. കാര്യം ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷന്റെ കൂടെ കുറച്ച് കറണ്ട് അഫയേഴ്സ്, ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ നമ്മൾ ജനുവരി ഫെബ്രുവരി അങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫിനിഷ് ആവും. ഓക്കെ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. 1986, 1992, 2000, 2005 ഇതിലെ ഏത് വർഷമാണ് എന്ത് വന്നിരിക്കുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്താട്ടെ. എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 5-6 കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നിതിൻ ആണ്. നിതിൻ, കൺഗ്രാറ്റ്സ്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ദേവ് ആണ്. കൺഗ്രാറ്റ്സ്. ജാസ്മിൻ മുഹമ്മദ് തേർഡ് പൊസിഷൻ. കൺഗ്രാറ്റ്സ്. പ്രിയാരാമൻ, ജ്യോതിഷ, വികാസ്, സാദിഖ് അബ്ദുള്ള, ജഹാംഗീർ, ആൻസി, ആയിഷ, ഇത്രയും പേരാണ് ടോപ്പ് 10 വന്നിട്ടുള്ള ബാക്കി ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മിത്രശക്തി 2019 വേദി. എന്താണ് ഈ മിത്രശക്തി എന്ന് പറഞ്ഞാൽ? ഇതൊരു മിലിറ്ററി എക്സസൈസ് ആണ് അല്ലെ? മിത്രശക്തി എന്ന് പറയുന്നത് മിലിറ്ററി എക്സസൈസ് ആണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. എവിടെ വെച്ചിട്ടാണ്? പൂനെയിലെ മഹാരാഷ്ട്രയിലാണ് മിത്രശക്തിയുടെ വേദി എന്ന് പറയുന്നത്. ഓർക്കുക. ഓക്കെ. അപ്പൊ മിത്രശക്തി 2019 എന്ന് പറയുന്നത് ഒരു മിലിറ്ററി എക്സസൈസ് ആണെന്ന് ഓർക്കുക. ആരൊക്കെ തമ്മിലാണ്? ശ്രീലങ്ക, ഇന്ത്യ, ഇവർ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് മിത്രശക്തി 2019. ഇതിന്റെ വേദി എന്നാണ്? മഹാരാഷ്ട്രയിലാണ് ഇതിന്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റ് ആര്? ആരാണ് ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റ്? കമന്റ് ചെയ്താട്ടെ. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റ് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്താട്ടെ. കമന്റ് ചെയ്തേ. ഭാവന, ശിവാംഗി സ്വരൂപ്. ഓക്കെ. ശുഭാംഗി സ്വരൂപാണ് ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നോക്കിക്കേ, മന്ദിര ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാര്യം നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇടയ്ക്ക് വന്ന ഒരു ഡാമാണ് മന്ദിര ഡാം എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷ ചോദിക്കാം. നമുക്കറിയാം ഡാമും ഈ പറയുന്ന നമ്മുടെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ഇതെല്ലാം എന്താണ്, പേപ്പർ വരുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോഴ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡാമുകൾ പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഡാമും പിന്നെന്താണ് നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, മന്ദിര ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്താട്ടെ അറിയാവുന്നവര്. മന്ദിര ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ ഒരു അപ്ഡേറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഗ്രൂപ്പിലാണ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ഓക്കെ. മന്ദിര ഡാം എവിടെയാണ്? ഒറീസയിലാണ് എന്ത്, മന്ദിര ഡാം. ഓക്കെ. ഓർത്തിരിക്കുക. ഇപ്പൊ നമുക്ക് റീസെന്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്, റീസെന്റ് പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ജനുവരിയിലോ സംതിങ്ങിലാണ് ഈ മന്ദിര ഡാമിനെ കുറിച്ച് പേപ്പറിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നത്. മന്ദിര ഡാം എന്ന് പറയുന്നത് എവിടെയാണ്? ഒറീസയിലാണ് മന്ദിര ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത, രാവൺ എനിമി ഓഫ് ആര്യവ്രത എന്ന ബുക്കിന്റെ രചയിതാവ്. ഡിസംബറിൽ ഇറങ്ങിയൊരു ബുക്കാണ് രാവൺ എനിമി ഓഫ് ആര്യവ്രത എന്ന് പറയുന്ന ബുക്ക്. ആരുടേതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. രാവൺ എനിമി ഓഫ് ആര്യവ്രത. രാവൺ എനിമി ഓഫ് ആര്യവ്രത എന്ന് പറയുന്നത് എന്ന ബുക്കിന്റെ രചയിതാവ് ആർക്കെങ്കിലും അറിയോ? അമീഷ് ത്രിപാഠി. ഓക്കെ. അമീഷ് ത്രിപാഠിയാണ് ഇതിന്റെ ആൾ. ഓക്കെ. അമീഷ് ത്രിപാഠി. അമീഷ് ത്രിപാഠി. അമീഷ് ത്രിപാഠിയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. ഇന്ദ്രകില ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓക്കെ. ഇന്ദ്രകില ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്?
ഓക്കെ, ഹിമാചൽ പ്രദേശ് കറക്റ്റ് ആണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇന്ദ്രകില ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശ് ആണ്. മന്ദിര ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒറീസയിലാണെന്നും കൂടെ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ പ്ലസ്സില് ഞാൻ പറഞ്ഞ പോലെ ഞാൻ 3 ക്ലാസ് ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ക്ലാസ്, ദെൻ കണക്കിന്റെ ഒരു ക്ലാസ്, ദെൻ ബേസിക് സയൻസിന്റെ ഒരു ക്ലാസ്. അപ്പൊ നിങ്ങൾ പ്ലസ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊക്കെയാണ് പ്ലസ്സിലെ പ്ലാൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും റിന്യൂ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക? എന്റെ കോഡായിട്ടുള്ള അനുലാൽ നന്ദനം നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും എന്ത് ചെയ്യുക? മെമ്പർ ആവുക. ഇതാണ് എന്റെ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നാളെ നമുക്ക് 12 മണിക്ക് ഡിഗ്രി ലെവൽ, 4:30ക്ക് LD ക്ലർക്ക്. ഇന്ന് രാത്രി നമുക്ക് പ്ലസിന്റെ ക്ലാസ് ഉണ്ട് 7 മണിക്കും 10 മണിക്കും. അപ്പൊ നമുക്ക് കാണാം. ശരി, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ കമന്റ് ബോക്സിന്റെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. രണ്ടിലും എന്ത് ചെയ്യുക? ജോയിൻ ആവുക. നമ്മുടെ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ജസ്റ്റ് നിങ്ങൾ എക്സാം ക്രാക്കർ 20 എന്ന് ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സാം ക്രാക്കർ 20 എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, എക്സാം ക്രാക്കർ 20, എക്സാം ക്രാക്കർ 20 എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.